ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് കേരള ചരിത്രം. ക്വസ്റ്റ്യനും അനുബന്ധ വിവരങ്ങളുമാണ്. 1. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശികൾ ആര്? ഡച്ചുകാർ. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയാണ് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ യുദ്ധം നടന്നത്. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചു. കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ കപ്പിത്താനാണ് ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡിലനോയ് അറിയപ്പെടുന്ന പേരാണ് വലിയ കപ്പിത്താൻ. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിൽ. 2. വാസ്കോഡ ഗാമ കോഴിക്കോട് ആദ്യമായി എത്തിച്ചേർന്നത് 1498 ചേമഞ്ചേരി പഞ്ചായത്തിലുള്ള കാപ്പാട് കടപ്പുറത്താണ് എത്തിച്ചേർന്നത്. അഡ്മിറൽ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്ന പേരിൽ വാസ്കോഡ ഗാമ അറിയപ്പെടുന്നു. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്ന് 1497 പോർച്ചുഗീസ് രാജാവായ മാനുവൽ ഒന്നാമൻ്റെ നിർദ്ദേശപ്രകാരം. വന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോഡ ഗാമയുടെ കൂടെയുണ്ടായിരുന്ന നാവികനാണ് അൽവാരോ വൻ ഹോവ്. വാസ്കോഡ ഗാമയോടെ കച്ചവടത്തിന് താൽപ്പര്യമില്ല എന്നു പറഞ്ഞ ഇന്ത്യൻ ഭരണാധികാരി കോഴിക്കോട് സാമൂതിരി 1499 തിരിച്ചുപോയത്. രണ്ടാമതായി വന്നത് 1502, മൂന്നാമതായി വന്നത് 1524. ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് മൂന്നാമതായി തിരിച്ചു വന്നത്. 3. ക്വസ്റ്റ്യൻ, ഏത് യൂറോപ്യന്മാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്? ആരുടെയാണ്? ഡച്ചുകാരുടെ. മലബാറിലെ പൂന്തോട്ടം എന്നാണ് അർത്ഥം വരുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കേരള ആരാമം എന്നറിയപ്പെടുന്നു. 12 വാല്യങ്ങളായിട്ട് 742 സസ്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ച ഗ്രന്ഥമാണിത്. അച്ചടിച്ച വാക്ക് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ആംസ്റ്റർഡാം, നെതർലാൻഡിലുള്ള ആംസ്റ്റർഡാമിലാണ് പ്രസിദ്ധീകരിച്ചത്. അവസാനം പ്രതിപാദിച്ച സസ്യം ആൽ. മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് KS മണിലാൽ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.